എല്ലാവർക്കും കുക്ക് ടേറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതായത് കർണാടക സ്റ്റൈൽ ദൊണ്ണെ ബിരിയാണി. അത് മഷ്റൂം വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ ഒരു പുലാവിൻ്റെ ഒക്കെ ലുക്ക് ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മളൊരു ഡിഫറെൻറ്റ് സ്റ്റൈൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മസാലകൾ കുറച്ച് വേണം. ഞാൻ ഓരോന്നായിട്ട് ഇടുമ്പോൾ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ബീൻസ് ഉണ്ടെങ്കിൽ ഇട്ടോളൂ, അതുപോലെ ഗ്രീൻ പീസ് ഇടാം. പിന്നെ മഷ്റൂം 2 പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ നാളികേരം ചിരകിയത്, പിന്നെ 2 പിടി പുതിനയിലയും 2 പിടി മല്ലിയിലയും. ഇത് രണ്ടും കുറച്ച് കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇതിൽ പുതിനയുടെ ഫ്ലേവർ കുറച്ചധികം ഉണ്ടാവണം, അതുകൊണ്ട് 2 പിടിക്ക് കൂടുതലായാലും നല്ല ടേസ്റ്റാണ്. എത്രയോ കൂടുന്ന അത്രയും ടേസ്റ്റാണ്. കുറയരുത്, 2 പിടിക്ക് കുറയരുത്. പിന്നെ ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് 1 ഗ്ലാസ് അരിക്ക് എടുത്തിരിക്കുന്നത്. അതായത് 3.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, അതിന് 5.25 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പകുതി നാളികേരപ്പാലും പകുതി വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു അളവ് വെള്ളം എടുത്തിട്ട് ആ വെള്ളം വെച്ചിട്ടാണ് നാളികേരപ്പാൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് നെയ്യൊന്നും ആവശ്യമില്ല കേട്ടോ അതിലേക്ക്. നമുക്ക് വെളിച്ചെണ്ണ ഓയിൽ ഏതായാലും മതി. അപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ മസാല, അതായത് കറുവപ്പട്ട, തക്കോലം, ഏലക്കായ, പിന്നെന്താണ് നമ്മുടെ ഗ്രാമ്പൂ, ഇതെല്ലാം ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്തപ്പോൾ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞത് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു റൈസിൻ്റെ പ്രത്യേകത പുതിനയാണ്. പുതിന എത്ര ഇടുന്നു അത്രയും ടേസ്റ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ മാത്രമല്ല തേങ്ങാപ്പാൽ, അല്ലെങ്കിൽ നാളികേരപ്പാൽ ഒരിക്കലും ഒഴിവാക്കരുത്. ഇത് രണ്ടും നിർബന്ധമാണ്. ഇതിനെ നമുക്ക് ഹരിയാലി ബിരിയാണി എന്നൊക്കെ വിളിക്കാം കേട്ടോ. കാരണം നോർത്തിൽ അവർ ഇതുപോലെ മല്ലിയിലൊക്കെ ഒരുപാട് ഇട്ടിട്ട് റൈസ് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അതിനെ വിളിക്കുന്നതാണ് ഹരിയാലി ബിരിയാണി എന്ന്. നമുക്കിത് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. ഇനി അതിലേക്കൊരു 30 ചെറിയ ഉള്ളി ഞാൻ തൊലി കളഞ്ഞ് കഴുകിയെടുത്തതാണ്. അരിയണമെന്നൊന്നുമില്ല, നമുക്കിത് അവസാനം അരച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ട് അരിയണമെന്നില്ല. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം സൈസ് തക്കാളി മതി, ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ അളവ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉള്ളിയും അതൊക്കെ ചേർക്കാനായിട്ട് കേട്ടോ. കുറച്ചധികം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്താലും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ തക്കാളി ഇട്ടിട്ട് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഇലകൾ ഇട്ട് കൊടുക്കുക. അതായത് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുക. ഞാൻ ശരിക്കും 2 കെട്ട് പുതിന ഈ ഒരു ബിരിയാണിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതായത് 1.5 കെട്ട് നമ്മൾ ബിരിയാണിയിലേക്കും ബാക്കി എടുത്തിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കും. നമ്മൾ ഇതിൻ്റെ കൂടെ പുതിന ചമ്മന്തി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ 2 കെട്ട് പുതിന മൊത്തത്തിൽ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വയ്ക്കണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് ചെറിയ ജാറിലൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു വലിയ അടി കട്ടിയിട്ടുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ സവാള ചേർത്തതിൻ്റെ കൂട്ടത്തിൽ ബേ ലീഫ് ഇല്ലേ, അതായത് നമ്മുടെ വായനയില ഉണങ്ങിയത്, അത് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. കാരണം നല്ലൊരു മണം കിട്ടും. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, കാരണം ഇവിടെ ഉണ്ട് പറമ്പിൽ മരമുണ്ട്, പക്ഷേ അത് മഴ കാരണം പൊട്ടിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അത് ഉണക്കിയിട്ടൊക്കെ വേണമല്ലോ. ഞാൻ ചേർത്തിട്ടില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തോളൂ. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ബിരിയാണി ഞാൻ ആദ്യം കഴിച്ചത് ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ബാംഗ്ലൂർ വെച്ചിട്ടാണ്. അതിനുശേഷം പിന്നെ അന്ന് കഴിച്ചത് ചിക്കനാണ് കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഇല്ലെങ്കിലും മഷ്റൂം വെച്ചിട്ട് ഇതുപോലെ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ മോൾക്ക് ഈ ഒരു ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമ്മൾ പുതിനയിലയും ഉള്ളിയൊക്കെ കൂടി അരച്ച് വെച്ച് ചേർക്കുന്നതിന് മുമ്പ് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി, ഒരുപാടിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണ്ട. കാരണം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ് എല്ലാം, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇടുക. ഗ്രീൻ പീസ് ചേർക്കുകയാണെങ്കിൽ അത് പച്ചയാണെങ്കിൽ ഇപ്പം ചേർക്കുക, അതെല്ലാം ഉണക്കിയതാണെങ്കിൽ നമ്മൾ വേവിച്ചിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മഷ്റൂം ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2 പാക്കറ്റ്, അതായത് 170 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് മഷ്റൂമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അളവൊന്നുമില്ല, എത്രയായാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം പോലെയാണ്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്തായാലും അവസാനം ഉപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്
ചേർക്കണം. ഇനി നമ്മുടെ നാളികേരപ്പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 3.5 ഗ്ലാസ് അരിക്ക് 5.25 ഗ്ലാസ് വെള്ളം എടുത്തു. ഒരു ചെറിയ നാളികേരം എടുത്തു. ആ ചെറിയ നാളികേരം ഫുള്ള് ഞാൻ പാലാക്കിയിട്ടുണ്ട്. ഈ 5.25 ഗ്ലാസ് വെള്ളം അളന്നെടുത്ത ആ ഒരു വെള്ളം മാത്രമേ ഞാൻ പാലാക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. വേറെ എക്സ്ട്രാ വെള്ളം എടുത്തിട്ടില്ല. അപ്പോൾ ശരിക്കും പറയുക വെച്ചാൽ പകുതി വെള്ളവും പകുതി പാലും. പാലിപ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് മാത്രം പാലെടുക്കുക. എക്സ്ട്രാ വെള്ളം ചേർക്കരുത്. പിന്നെ ഓൾറെഡി മഷ്റൂമിലൊക്കെ നിറയെ വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു പൊടിക്ക് എപ്പോഴും ഉപ്പ് മുന്നോട്ട് നിൽക്കണം. ഇനി ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർക്കുകയാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ദാവത്തിൻ്റെ റൈസാണ് കേട്ടോ. ഇതിലിപ്പോൾ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ പുതിനയില അതുപോലെ മല്ലിയിലൊക്കെ ചേർത്തതുകൊണ്ട് ഈ ഒരു ബിരിയാണിയുടെ കളറ് പച്ച കളറായിരിക്കും. അതൊരു ഡിഫറെൻറ്റ് കളറാണ്. ഇനി ഞാനിത് അടച്ച് വെക്കുകയാണ്. ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവി ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഫുള്ളായിട്ട് അടച്ച് വെക്കേണ്ട. അപ്പോൾ ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് മീഡിയം ഹീറ്റിലാണ്. ഒന്ന് തിള വന്നു തുടങ്ങിയാൽ നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇപ്പോൾ അതായത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ്, ഞാൻ മാക്സിമം ആണ് പറയുന്നത്, 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കണ ഇടയ്ക്ക് വന്നിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ പാത്രത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് നോക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ട് കാണുന്നുണ്ട് മുകൾ ഭാഗത്ത്. പക്ഷെ നമ്മളൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇളക്കി നോക്കാം. അടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ അതിന് ഞാനൊരു ഫോർക്ക് എടുത്തിട്ട് അരി ഒന്ന് മാറ്റി നോക്കുകയാണ്. കാരണം അടിയിൽ വെന്തിട്ടുണ്ടോ അല്ലെങ്കിൽ അടിയിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കുകയാണ്. അങ്ങനെ നോക്കി വെള്ളം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റിൽ ഫുൾ വെന്തിട്ടുണ്ട്. അടിയിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വെക്കുകയാണ്. പിന്നെ ഉപയോഗിക്കുന്ന അരിക്ക് അനുസരിച്ച് സമയമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതാ 5 മിനിറ്റിന് ശേഷം ഞാൻ തുറക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതൊരു വലിയൊരു പാത്രത്തിലേക്ക് ഉടനെ, അതായത് നമ്മളിതിലിട്ട് ഇങ്ങനെ ഇരിക്കരുത്. കാരണം ഈ ഒരു അരി അങ്ങനെയാണ്, ഒരുപാട് നേരം ഇതിൽ തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടിഭാഗത്ത് ഇങ്ങനെ കുഴഞ്ഞു പോകും. അപ്പോൾ ഞാനത് വേറൊരു വലിയ ബേസിനിലേക്ക് മാറ്റാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ ചൂടിൽ തന്നെ ഇതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ വേറൊരു ബേസിനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ എല്ലാ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. കുക്ക് ചെയ്ത പാത്രത്തിൽ നിന്ന് ഉടനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. പിന്നെ സാധാരണ നെയ്യും എണ്ണയും ഒരുപാടൊക്കെ ഉപയോഗിച്ച് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വയറിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നവരുണ്ടാവും അല്ലേ. പക്ഷേ ഇത് കഴിക്കുവാണെങ്കിൽ നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഒരു പുതിന ചമ്മന്തിയോ അല്ലെങ്കിൽ സാലഡോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ സാധാരണ ബിരിയാണി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളിത് കഴിച്ചു പോകും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും എനിക്ക് ഫീഡ്ബാക്ക് തരണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.